അപ്പോൾ ചോദ്യം എന്താ അറിയോ, മറ്റേ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് നമ്മളെ നിലപാടെന്താണ്? പക്ഷെ ഇന്നത്തെ രസം എന്താ അറിയോ, പ്രത്യേക രസം കണ്ടെന്ന് INL ഒരു പത്രസമ്മേളനം കണ്ടുവരിക. ഞാൻ വെള്ളാപ്പള്ളി നടേശനെ വെള്ള പൂശാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുക മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ, അല്ലെങ്കിൽ അതറ്റ UDF പോകുമോന്ന് ഭയപ്പെട്ടിട്ട് മുഖ്യമന്ത്രി കൊട്ടേഷൻ കൊടുത്തുക INL. എന്താണ് വഹാബൊക്കെ പറയുന്ന വർത്താനം? ഇത്ര വർഗീയത പുലമ്പണ ഒരു മനുഷ്യന് മലപ്പുറം ജില്ലനെ പറ്റി ഒന്നും അറിയാതെ, നമുക്കറിയാം ഇവിടെ അനവധി ആളുകൾ പുറത്തുനിന്നൊക്കെ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ടും ഗവൺമെന്റ് മേഖലകളിലായിട്ടും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മലപ്പുറത്തിനെ പറ്റി പറഞ്ഞിട്ട് വൈറലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അയാൾ വെറുതെ ആദ്യം ഒന്ന് ജസ്റ്റ് മലപ്പുറത്തുകാരോടൊന്ന് അന്വേഷിക്കണ്ടേ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പരാമർശിക്കുമ്പോ ഒന്ന് മലപ്പുറത്തേരോടൊന്ന് അന്വേഷിക്കണ്ടേ? ഏതായാലും വളരെ മോശമായി. മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, മലപ്പുറത്തെ എത്ര അപമാനിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി അതന്നെ നമ്മളെ എങ്ങോട്ടാണ് പോണെന്നുള്ളത്. ഫാസിസം ഇങ്ങനെ എന്താ പറയാ, ഫാസിസം ഇങ്ങനെ പത്തി പിടർത്തി നിൽക്കുന്ന ഒരു കാലത്താണ് ഇത്ര ആളുകൾക്ക് നമ്മള് ഇത് കൊടുക്കണത്. ഏത് കൊടുക്കണത്? ഈ INL പോലെയുള്ള ഇത്ര ആളുകൾ വളരെ അയാളെ പത്രസമ്മേളനം കാണണം. നമ്മളെന്നെ ലജ്ജിച്ച് തലതാഴ്ത്തി പോകും. കാരണം വെച്ചാൽ ഇയാള് മലപ്പുറത്തുകാരൻ. അതിലെ അടിയിലെ കമന്റ്, ഇയാളെ മോന് തെങ്ങ് വീണ് മരിച്ചത് ഇപ്പം അടുത്ത കാലത്താണ്. ഇയാൾ അല്ലെങ്കിൽ ചക്ക വീണ് മരിക്കേണ്ടി വരും, എന്നാലും ഇപ്പം കേരളം നന്നാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത്രയും മോശം കമന്റുകളൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞത്. ഏതായാലും ഇത്തരം വർഗീയ ശക്തികളെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട്, ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇത്രയും തരികിട പരിപാടികളായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ വേണ്ടി INL ചുമതലപ്പെടുത്തിയ കൊട്ടേഷൻ കൊടുത്ത രൂപത്തിലാണ് ഇന്നത്തെ പത്രസമ്മേളനം. എന്താ പേജ് കണ്ടെന്ന് പത്രസമ്മേളനം? വളരെ മോശമായിപ്പോയി. ഏതായാലും ശക്തമായ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ശക്തമായ പ്രതിഷേധം INL ശരിക്കും കോലം കത്തിക്കേണ്ടത് വഹാബിന്റെ കോല കത്തിക്കണ്ടേ, ജൂദാസിന്റെ പണിയെടുക്കുന്നത്. അയാൾ അപ്പുറത്തിരുന്നിട്ട് ഒരു ജില്ലനെയും ഒരു സമുദായത്തിനെയും അതിനുവേണ്ടി പ്രയത്നിച്ച് ഈ നാട് ഉയ്തുമറിച്ച് ഇതുപോലെ പാകപ്പെടുത്തി തന്ന നമ്മളെ കാരണവന്മാർ ചെയ്തു തന്ന ഈ ഒരു മഹത്വങ്ങളെ അയാൾ നിഷേധിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നിട്ട് അതിന്റെ മേലെ ഇരുന്നിട്ട് ജൂദാസിന്റെ പണിയെടുക്കണ INL കോല കത്തിക്കണ്ടേ. അവസാനം ഇവരെന്ത് ചെയ്ത് മുസ്ലിം ലീഗിന്റെ തലയിൽ കിട്ടിയത്. മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞിരുന്നത് ആദ്യം. ഏതായാലും വഹാബിന്റെ നമ്മളൊക്കെ ഇത്രത്തോളം ഇയാളെ അതപ്പതിക്കുന്നുള്ളതൊന്നും അല്ല. ആ പ്രസ്താവനയുടെ പേരില് INL വീണ്ടും ഏതായാലും ഇതാണ് ഈർക്കിളി പാർട്ടികള് ഞങ്ങളെ അവിടെയൊക്കെ എടുക്കുന്നത്. ഞങ്ങൾക്ക് അതെ പറയാനുള്ളത് എന്താ പറയാ, വെള്ളാപ്പള്ളി മലബാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ മാറി. അതിപ്പോ നമുക്ക് ശരിക്കും ഇന്നത്തോടുകൂടി ബോധ്യായി. കാരണം വെച്ചാൽ ഇത് INL ആദായ സമുദായത്തിന് അങ്ങോട്ട് കയ്യിലാക്കിയാല് INL വിചാരിച്ചാൽ നടക്കുന്നുള്ള തെറ്റായ കമന്റ് ബോക്സ് വായിച്ചാൽ തന്നെ അറിയാം. ഇവിടെ അതിലെ മതമൊന്നുമില്ല, എല്ലാരും എതിരെ. പക്ഷെ ഇവിടെ ഉള്ള നമ്മളെ സഖാക്കളും INL ആളുകൾ മാത്രം നിശ്ചിതമായിട്ട് നിൽക്കാണ്. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കാണ്. ഇന്നത്തെ വേറൊരു രസം കേൾക്കണത്, ശശികല പിന്തുണ കൊടുത്ത് ആർക്ക്? അല്ല, ശശികല പിന്തുണ കൊടുത്തിക്കാണ് ആർക്ക്? വെള്ളാപ്പള്ളിക്ക്. ഒരു പിന്തുണ ഇല്ലാത്ത ശശികല വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുത്തിട്ട്. അപ്പൊ ഇതിനെതിരെ ശക്തമായ നിലപാടുമായി, ശക്തമായ പ്രതിഷേധമായി മുസ്ലിം യൂത്ത് ലീഗ് ഇൻഷാ അല്ലാഹ് രംഗത്തുണ്ടാവും. ഓക്കെ.